അല്ല എനിക്ക് മാർക്കറ്റിങ്ങും സെയിൽസും രണ്ട് എന്നുള്ളത് ആദ്യം അറിയണം. ഇല്ല, എനിക്കറിയില്ലായിരുന്നു സത്യം പറയാലോ. ഞാൻ കൊറേ കാലം ബിസിനസ് ചെയ്തതിനു ശേഷമാണ്. കാരണം ഇനീഷ്യലി ഗ്രാഫിക് ഡിസൈനിങ് അതിൽ ഫോക്കസ്ഡ് ആണ്. ഇന്ത്യ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് മാർക്കറ്റിംഗ് ആളെ പിടിക്കുന്ന പരിപാടി എന്ന് അറിയാം, സെയിൽസ് അതും ആളെ പിടിക്കുന്ന പരിപാടി എന്ന് അറിയാം. ഇത് തമ്മിലുള്ളൊരു മാറ്റം എന്താണെന്നുള്ളൊരു സാധാരണ കമ്പനികൾക്കുള്ള ഒരു പോസ്റ്റ് ആണ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് മാനേജർ. ഇതില് ശരിക്കും നോക്കേണ്ട സംഭവം എന്താ വെച്ചാല് ഏതൊരു ബിസിനസ് ആണെങ്കിലും കോമൺ ആയിട്ട് 5 സിസ്റ്റംസ് ഉണ്ടാവുക. മാർക്കറ്റിംഗ്, സെയിൽസ്, പിന്നെ പ്രൊഡക്റ്റ് ഓർ സർവീസ്. പിന്നെ ഈ 3 കാര്യങ്ങളെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് HR, ഫിനാൻസ്. ഇത് ഏതൊരു ബിസിനസ്സിലും ഉണ്ടാവും. ഇപ്പം നമ്മള് ബിസിനസ്സിൽ ഇറങ്ങുമ്പോൾ ഇതൊന്നും അറിയില്ലല്ലോ. ബിസിനസ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കുറെ ആൾക്കൊക്കെ ചെയ്തു കൊടുക്കുക, പൈസ വാങ്ങുക, അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ മാർക്കറ്റിംഗ് വർക്ക് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നു എന്നുള്ളത് മാക്സിമം ആൾക്കാരെ അറിയിക്കുക, നമ്മളൊരു വാല്യൂ ഓലെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യുക. ഇങ്ങനത്തെ കാര്യങ്ങളാണ് മാർക്കറ്റിങ്ങിന്റെ ഭാഗത്തുള്ളത്. അപ്പോൾ അത് ത്രൂ നമ്മളെ പറ്റി അറിഞ്ഞ കസ്റ്റമേഴ്സ് വരുന്ന സമയത്ത് അവിടെ സെയിൽ ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് സെയിൽസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻ. ഈ സെയിൽ ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്മിറ്റ്മെന്റ് കൊടുക്കുകയാണ്. ഇങ്ങനെ ഇപ്പോൾ ആളൊരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ ഈ രീതിയിൽ അത് സോൾവ് ചെയ്യാം. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ആവാം അല്ലെങ്കിൽ സർവീസ് ആവാം. അത് ഫുൾഫിൽ ചെയ്യുന്ന ഭാഗമാണ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് എന്നുള്ള ആ ഒരു ഡിപ്പാർട്ട്മെന്റ്. പിന്നെ ഇത് മൊത്തത്തിൽ മാനേജ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ കുറേ ആളുകൾ പല രീതിയിൽ പല ഭാഗത്ത് വർക്ക് ചെയ്യണം. അത് കോർഡിനേറ്റ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റാണ് HR. ഇതിൽ കംപ്ലീറ്റ് എല്ലാ ഭാഗത്തും ക്യാഷ്, ഫിനാൻസിന്റെ ഒരു ഭാഗം റോൾ വരുന്നുണ്ട്. ഇത് മാനേജ് ചെയ്യുന്നതാണ് ഫിനാൻസ്. അപ്പം ഏതൊരാളും ജസ്റ്റും തുടങ്ങാണ് ബിസിനസ് എന്നുണ്ടെങ്കിൽ വരെ ഈ കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് കുറെ കഴിഞ്ഞിട്ടാണ്. തുടങ്ങിയൊരു 3-4 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ കയറാം അല്ലെ, ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ട് എന്നുള്ളത്. അതുവരെ നമ്മളൊരു ഒറ്റ കാര്യത്തിലാണ്, നമ്മളെ ഓപ്പറേഷനിലാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അതിന്ന് മാറി അതുവരെയൊക്കെ നമ്മൾ എന്താ പറയുന്നത് ഈ പോയിന്റുകളൊക്കെ ഓരോ സ്കില്ലായിട്ടാണ് കാണുന്നത്. അതൊരു ബിസിനസിന്റെ ഡിഫറെന്റ് സെക്ഷൻസും വേറെ ടീമായിട്ട് വരുന്ന അങ്ങനത്തെ ചിന്തകളൊന്നും ഇല്ല. കുറച്ച് സെയിൽസ് മാർക്കറ്റിംഗ് ഒന്നാണ്. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് സ്കില്ല് വേണം, ഫിനാൻസ് കാര്യമായിട്ടുള്ള സ്കില്ല് വേണം. ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പിന്നെ സിസ്റ്റത്തിന്റെ ഒരു ഇമ്പോർട്ടൻസും അല്ലെ, നമ്മള് ആക്ച്വലി ബിസിനസ് റൺ ചെയ്യുമ്പോൾ എല്ലാം കഴിഞ്ഞൊരു പോയിന്റ് എത്തുമ്പോൾ നമ്മള് ഇല്ലാതെ സാധനം വർക്ക് ചെയ്യണം, ബിസിനസ് ഇത് ആദ്യം മനസ്സിലാക്കിക്കൂടെങ്കിൽ എന്ത് ചെയ്യാൻ വെച്ചറിയോ, നമുക്ക് ആദ്യം തന്നെ ഇതൊക്കെ ബിൽഡ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരാം, സ്റ്റെപ്പായിട്ട് കൊണ്ടുവരാം. അപ്പൊ നമ്മൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇത് മനസ്സിലാക്കണ സമയത്ത് പിന്നെ ഇത് ശരിക്കും സീറോന്ന് ബിൽഡ് ചെയ്യണ പോലെ തന്നെ ആക്കിയെടുക്കണം. ഇത് തോണ്ടി എന്നാ കഴിയണ പോലെ ഫീൽ ചെയ്തിട്ടാ.